മക്കളെ, ജെറുസലേം 3 മിനിറ്റ് പ്രാർത്ഥനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഉണ്ണി യേശുവിന്റെ പുൽക്കുട്ടിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നമ്മുടെ കണ്ണുനീരുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമുക്ക് ഉത്തരം തരും. ഇതാ ഇന്ന് കർത്താവ് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. മകളെ, യേശുവിനെ പോലെ ചിന്തിക്കുവാൻ, യേശുവിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ അവിടുത്തെ നമ്മൾ ആരാധിക്കണം, മുട്ടുകുത്തി ആരാധിക്കണം, കരങ്ങൾ കൂപ്പി ആരാധിക്കണം, സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിക്കണം. അപ്രകാരം ഒരാൾ കരമുയർത്തി മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ സ്വർഗം അവനെ ഉറ്റുനോക്കും. നമ്മുടെ കണ്ണുനീരിന്റെ താഴ്വരയിൽ തകർന്നു പോകാതിരിക്കണമെങ്കിൽ ആരാധിക്കണം. നമ്മുടെ മക്കൾ തലയെടുപ്പോടെ നിൽക്കണമെങ്കിൽ, വ്യാപാരങ്ങൾ വളർന്നു വലുതാകണമെങ്കിൽ ആരാധിക്കണം. മക്കളെക്കുറിച്ചുള്ള ആകുലത, രോഗത്തെക്കുറിച്ചുള്ള ആവലാതികൾ വിട്ടുപോകണമെങ്കിൽ ആരാധിക്കണം. മാറ്റം വരാത്ത ഏതെങ്കിലും മേഖലയിൽ നമ്മൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ആരാധിച്ചാൽ അത്ഭുതാവഹമായ മാറ്റമുണ്ടാകും. നമ്മൾ അസാധാരണ മക്കളായി തീരണമെങ്കിൽ ആരാധിക്കണം. നാട് വിട്ടുപോയ മകൻ തിരിച്ചു വരണോ? വേർപാടിന്റെ ദുഃഖം വിട്ടുമാറണോ? കുറ്റവാദങ്ങൾ അകന്നു പോകണമോ? ആരാധിക്കുക. നമ്മുടെ വൈകല്യങ്ങളെ സ്വീകരിക്കാൻ, മാറാത്ത ദുരന്തങ്ങൾ വിട്ടുമാറാൻ, മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ, ഓട്ടിസം ബാധിച്ചവർക്ക് സൗഖ്യമുണ്ടാകാൻ, തളർന്നുപോയ ശരീരങ്ങൾക്ക് വീണ്ടും ജീവനുണ്ടാകാൻ നീ ആരാധിക്കുക. ആരാധിച്ചാൽ അത്ഭുതങ്ങൾ കാണാം, മാരകമായ രോഗവിമുക്തികൾ കാണാം, മാരകമായിരിക്കുന്ന പാപബന്ധനങ്ങൾ വിട്ടുപോകുന്നത് കാണാൻ സാധിക്കുക. ഒരു കാര്യം മനസ്സിൽ ഓർക്കണേ, ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? യേശുവേ, ഞാൻ ക്ഷമിക്കാം, ഞാൻ സഹിക്കാം, ഞാൻ വിട്ടുകൊടുക്കാം, ഞാൻ തോറ്റുകൊടുക്കാം, ഞാൻ അനുസരിച്ചുകൊള്ളാം. ഈ തീരുമാനത്തിൽ നിന്നും ആരംഭിക്കട്ടെ പൂർവ്വ രാജാക്കന്മാരെ പോലെയുള്ള ഒരു കുമ്പിട്ട് ആരാധന. രോഗിക്കും അനാഥനും പീഡിതനും ദരിദ്രനും ആശ്വാസം കണ്ടെത്തുന്നത് ആരാധനയുടെ നിമിഷങ്ങളിലാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തവരും ഇത് ഷെയർ ചെയ്യുന്നവരിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.